നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഇതേ ശ്രീവല്ലിയെ കണ്ട സുഹൃത്തുക്കളെ, ഈ മീശോ എന്ന് വാങ്ങിച്ച കേരള അല്ല, രശ്മിക മന്ദാന ഫ്രം മീശോ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു റീലൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതായിരിക്കും വിചാരിക്കുന്നത്. ചുമ്മാ നമ്മൾ പിന്നെ ഒരുങ്ങുന്നത് കുറവായിരിക്കത്തില്ലല്ലോ, ഓവറായിരിക്കുമല്ലോ. അപ്പൊ നമ്മളൊന്ന് റീലൊക്കെ എടുക്കാൻ വേണ്ടി ചുമ്മാ പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി പ്ലാനിങ് ആണ് കേട്ടോ. അപ്പം നമ്മളെ പുഷ്പ 2 ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഒറ്റയ്ക്ക് പോയി കാണുന്നത്. കൊണ്ടുപോയില്ല, അത് സിനിമയ്ക്ക് പോകുന്ന പറഞ്ഞില്ല, വണ്ടി സർവീസിന് ഇപ്പൊ വണ്ടി കിട്ടാൻ താമസില്ല. പോപ്കോൺ കിട്ടാൻ വേണ്ടി സിനിമ കാണാൻ പോയെന്ന് പറഞ്ഞ പോലെ വണ്ടി കിട്ടാൻ താമസം, അപ്പൊ പിന്നെ സിനിമയ്ക്ക് കയറിയാലോന്ന്. സത്യമാണ്, ഞാൻ ജീവിതത്തിൽ എന്തൊരു അളുമ്പാന്നറിയോ ഒറ്റയ്ക്കിരുന്ന്. ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും പോയി ഒറ്റയ്ക്കിരുന്ന് സിനിമ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ബോറാ കേട്ടോ, ഭയങ്കര ബോറാ. ഞാൻ സിനിമ അതിലും ബോറ്, കഷ്ടം എൻ്റെ പൊന്നെ. അപ്പോൾ എന്താ, ഞാൻ സത്യം പറഞ്ഞാൽ സിനിമ കാണാൻ വേണ്ടി പോയല്ലോ. നമ്മളെ വണ്ടി സർവീസിന് കൊണ്ടുവന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആയി സുഹൃത്തുക്കളെ. എനിക്കറിയത്തില്ല, സുസുക്കി ഇച്ചിരിയല്ല, അങ്ങനെയല്ല, എന്നാലും 10,000 കിലോമീറ്ററിലൊന്നും ഷോക്ക് അബ്സർ ഒരിക്കലും കംപ്ലൈൻ്റ് ആവത്തില്ല. നമ്മൾ കട്ടറിലൊക്കെ അത്ര സൂക്ഷിച്ച വണ്ടി ഇടാറുള്ളൂ. പക്ഷെ എന്നിട്ടും എന്താണെന്ന് അറിയാൻ വയ്യ, ഷോക്ക് അബ്സർ എന്തുകൊണ്ട് സൂക്ഷിച്ച വണ്ടി ഇടാറുള്ളൂ. എന്തിനാ കട്ടറിലിടുന്നത്? പെതുക്കെ എടുത്തോളുന്നു, നമ്മൾ അത്ര കെയർ ചെയ്തിട്ട് ഓടിക്കത്തുള്ളൂ, സൂക്ഷിച്ചെടുത്തോളൂ. കട്ടറിലൊക്കെ ഞാൻ സൂക്ഷിച്ച വണ്ടി ഇടാറുള്ളൂ. അല്ല, എന്നാലും ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആയി. അണ്ടർ വാറന്റി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ 13,000 രൂപ ലേബർ കോസ്റ്റ് ഉൾപ്പെടെ 13-14 രൂപ ഒരു ഷോക്കിന് ആവും എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പൈസ ആവത്തില്ല, വാറന്റി ആയതുകൊണ്ട്. എന്റെ കൂടെ ഉള്ള ആരാ പസ്മോട് അടിച്ചു വെച്ചിരിക്കുന്നത്. ഓഹോ, അപ്പൊ അല്ലു അർജുനും ശ്രീവല്ലി അല്ലു അർജുന്റെ അച്ഛൻ വേണമോ? പക്ഷേ ഡാൻസ് ഒക്കെ വൈബാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡാൻസ് തിയേറ്ററിൽ കാണുന്നില്ല, ആ ഡാൻസ് മാത്രമേ ഉള്ളൂ പടം. എനിക്ക് ആ പുഷ്പ 2 പുഷ്പ 1 ഒക്കെ എന്ത് സൂപ്പറായിരുന്നു ഗൈസ്. എന്ത് പറ്റി അവർക്ക് അല്ലേ? എന്ത് പറ്റി? അത് ഹിറ്റായപ്പോ അവർ നീ കണ്ടില്ലല്ലേ? ചുമ്മാ അങ്ങ് പറയുമോ കഥ പറഞ്ഞു എന്നല്ലോ വന്നിട്ട്. ഗൈസ് നമുക്ക് പോവാം ഗൈസ്. ബാ ശ്രീവല്ലി, ബാ എന്റെ പൂ വെച്ച്. ഏട്ടാ ഏട്ടനാണ് ഞാൻ പൂ വെച്ച്. പൂ വെച്ചേ ഗൈസ്, പൂ വെച്ച്. ആ ഒരു കുത്ത് പേഴ്സണല്ല, അതാ അതെനിക്ക് മനസ്സിലായി. ശ്രീവല്ലി ഡാൻസ് ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ, നമ്മുടെ തെന്മല റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് വെച്ചെന്ന് പോയാ നമുക്ക് അതിന്റെ അകത്തോട്ടൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു, ചിക്കൻ സംഭവിച്ചില്ല. ഇനി ഒരു ദിവസം പോകും. ഇതാണ് കേട്ടോ തെന്മല റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ആദ്യമായിട്ടോ തെന്മല റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. ഗൈസ്, ആ കാർ ഇറങ്ങി വന്നത് എവിടുന്നാന്ന് അറിയാമോ നിങ്ങക്ക്? തേരിന്നാണ്. ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ ഇത് എത്ര തേര് ഫീൽ ചെയ്തില്ല, പക്ഷെ ഭയങ്കര തേരിയാണ്. നമ്മളാണ്ട് ഊണ് വാങ്ങിച്ചിട്ടുണ്ട്, ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്, പൊതിച്ചോറ്. ഡാൻസ് ഒക്കെ കളിച്ചപ്പോൾ ചെക്കൻ സഹകരിച്ച് കുറച്ചു നേരം കൂടെ നിന്ന് കേട്ടോ. അവൻ കരഞ്ഞൊന്നുമില്ല നമ്മളെ കൊണ്ട്, ചെറുതായിട്ടൊന്ന് കരഞ്ഞു തീരാറായപ്പോ. ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പോയി കർട്ടൻ്റെയും കാര്യങ്ങളൊക്കെ അളവെടുത്തിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാത്രി കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് വീണ്ടും തെമ്മലേക്ക് വന്നിട്ട് വന്നപ്പം 10 മണിയായി. കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങിയപ്പോൾ 12 മണിയായി. മൃദുല ഉറങ്ങിയപ്പോൾ എത്ര മണിയായി? 3-4 അതിന്റെ റീസൺ കിടക്കുന്ന ആളാട്ടാ. പക്ഷെ ഞാൻ 2 ദിവസം കൊണ്ട് മേല് പോയി കിടക്കും, മൃദുല താഴെ കിടത്തുന്നത്. അതുകൊണ്ട് രാത്രി ഇപ്പൊ എന്റെ കരച്ചിൽ ഞാൻ കൂടെ കേൾക്കാറില്ല, കാരണം ഞാൻ എഡിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ മേല് കയറിപ്പോ. എസ്കേപ്പ് ആവുന്ന അല്ലടി മൃദുല, നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ എസ്കേപ്പ് ആവല്ല ഗൈസ് സത്യത്തിൽ. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ അതേപടി ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പോയി. നമ്മൾ രാവിലെ എന്ന് പറഞ്ഞാൽ 10 മണി കഴിഞ്ഞ ഗൈസ്, 8 മണിക്ക് ഇറങ്ങണമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ എന്താ പറയുന്നത്, ക്ഷീണം മൂലം മൃദുലേക്ക് കുറച്ചുകൂടി കിടന്ന് ഉറങ്ങാൻ ഞാൻ അനുവദിച്ചു. പാവം രാവിലെ എണീറ്റ് വന്നപ്പം കൂനിപ്പിടച്ച് ഒരു മൂലക്കകത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ട് ഇട്ടിട്ട് അത് പിന്നെ അതേ കണക്ക് ഇട്ടിട്ടിരിക്കുന്നേ ഉള്ളൂ. അതെ, ഈ ചാക്കുകെട്ടുകൾ ആദ്യം അവിടെ നിന്ന് പറക്കി മാറ്റണം. അതിന് ഡ്രസ്സെല്ലാം അടുക്കി പറക്കി നമുക്ക് അലമാരിക്കകത്ത് വെക്കണം. പിന്നെ വീട്ടിൻ്റെ ചുറ്റും കമ്പികളും അതും ഇതും കാര്യങ്ങളൊക്കെ, കാരണം വർക്ക് കിടന്ന സമയത്തുള്ളതാണ്, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ടിവിയും ഫാനും അതെല്ലാം കൂടി ഒന്നിച്ച് ഇലക്ട്രീഷ്യനെ വിളിച്ച് കുറച്ച് വർക്കുകളുണ്ട്, അതെല്ലാം കൂടി ഒന്നിച്ച് അങ്ങ് ഫിറ്റ് ചെയ്യിക്കാന്ന് വിചാരിച്ചു. കണ്ടില്ല ഉണ്ടല്ലേ? ശരി, ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിട്ടിട്ട് ഇത്ര ദിനം ഉടനെ നടക്കും, ക്യൂട്ടായിരുന്നു കാണാൻ. കൊറിയർ നമ്മൾക്കിപ്പം അവിടെ ഇവിടെയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം വരുന്നത്. കുളത്തൂപ്പഴ ഉണ്ട്, ചടയങ്ങലത്ത് കൊറിയർ കിടപ്പുണ്ട്. എല്ലാം പോകുന്ന വഴിക്ക് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. ആധാരം എഴുതി തന്നെ രജിസ്ട്രേഷന്റെ ആധാരം നമുക്ക് ഇന്നാണ് കിട്ടണം. അപ്പോൾ അതിന്റെ ഒറിജിനൽ നമുക്ക് ഇന്നാണ് കിട്ടേണ്ടത്. അത് ഇന്ന് വാങ്ങണം.
എന്നിട്ട് അത് നമുക്ക് കോർപ്പറേഷൻ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കര അടയ്ക്കുകയും വീട് അതൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഗ്യാസിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും അതും കൂടി ഇതിനിടയ്ക്ക് സെറ്റ് ആക്കണം കേട്ടോ. അങ്ങനെ കുറേ പരിപാടികളുണ്ട് സുഹൃത്തുക്കളെ. അയ്യോ എന്താ സ്ഥലം ഇറങ്ങുന്നു, ഇതൊക്കെ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ചോദിച്ചു പറഞ്ഞൊക്കെ ചെയ്യാം. അതെ അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എവിടാണ് നിൽക്കുന്നത്? നമ്മളിപ്പോ നമ്മുടെ വീട്ടില്. നമ്മള് പാലുകാച്ച് കഴിഞ്ഞിട്ട് അവനകത്ത് കയറ്റാൻ മതി എന്നായിരുന്നു. പക്ഷെ എന്നാലും തറ നമ്മൾ കൊള്ളിക്കുന്നില്ല കേട്ടോ അവനെ. കേറ്റാതെ വേറെ നിവർത്തിയില്ല. കാരണം കാറിൽ നമുക്ക് AC കിട്ടുന്ന അങ്ങനെ അധികം അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഇന്റീരിയർ ടീം ഇന്ന് വന്നായിരുന്നു. അപ്പോൾ അവർക്ക് കളറും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മൃദുല ഇവിടെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. അപ്പോൾ ഏതൊക്കെ ബെഡ്റൂമൊക്കെ മൃദുല കളറൊക്കെ സെലക്ട് ചെയ്യണ്ടേ അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അവളൊന്ന് വേണമായിരുന്നു. കുഞ്ഞിനെയും കൊണ്ടുവന്നേ പറ്റത്തുള്ളായിരുന്നു, വേറെ ഓപ്ഷനിലായിരുന്നു. അപ്പോൾ എന്തായാലും കുഞ്ഞിനെ അകത്ത് കയറ്റണം. നമ്മൾ അച്ഛയുടെ മേല് തുടപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ കുഞ്ഞിനെ ആദ്യമായി കയറ്റാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് കേറാം. അയ്യോ ഞങ്ങള് കേറിയതാണ് നമ്മുടെ വീട്. എടാ കണ്ണു തുറക്കടാ, എടാ കണ്ണു തുറന്ന് നോക്കടാ, ഉറങ്ങുവോ? എടാ കണ്ണു തുറക്കടാ, എടാ വീട് നോക്കടാ, നമ്മുടെ വീട് കണ്ടോ? ഇതാ നമ്മുടെ വീട്. നമ്മളിനി ഇവിടെ താമസിച്ചാ പോന്നെ. നിങ്ങൾ ഇതിലേക്കൂടെ വേണം എഴയാൻ. അതെ, എനിക്ക് എഴഞ്ഞ് നടക്കാൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഓടി നടക്കാൻ, മറിഞ്ഞടിച്ച് വീഴാനും ഇവിടെ വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്കനെ ആദ്യമായിട്ട് വീട്ടിൽ കയറ്റിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കട്ടിലെ കൊണ്ട് കെട്ടാം. ഞങ്ങളുടെ റൂമാ. നിങ്ങളുടെ റൂമാ? ബൈ. ഓക്കെ ബൈ ബൈ ബൈ. ഇനി പ്രവേശനമില്ല. ബൈ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് കേട്ടോ. നമ്മുടെ TV യൂണിറ്റിനോട് ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. റൂമിനകത്ത് ഒന്നുമില്ല, അതുകൊണ്ടാണ് അകത്ത് കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അകത്തൊന്നുമില്ല, ഫാൻ പോലും ഇല്ല. കുഞ്ഞിനെ ഇങ്ങോട്ട് കിടത്തുക. കാരണം ഈ ഫാൻ മാത്രമേ ഉള്ളൂ, ബാക്കി റൂമുകളിലൊന്നും ഫാനില്ല. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. നമുക്ക് ഫാനൊന്നും ഇല്ലാണ്ട് ഒരിക്കലും ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഫാനല്ല, റൂമിൽ AC ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ മേല് പോയിട്ട് ഗൈസ് ഈ ഡ്രസ്സെല്ലാം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ഈ ചാക്കെല്ലാം പുറത്ത് കളയണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ഹാള് ഫുള്ള് വൃത്തിയാക്കണം. അതിൻ്റെ കുറേ കച്ചടകൾ, ഇങ്ങനെ കച്ചടയല്ല ഗൈസ്, ഇതെല്ലാം നമ്മുടെ സാധനങ്ങളാണ്. എല്ലാ ആവശ്യമുള്ള സാധനങ്ങൾ കച്ചട പോലെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ആവശ്യമുള്ള സാധനങ്ങളും എല്ലാ ഉപകാരമുള്ള സാധനങ്ങളുമാണ്. ഇതിനകത്ത് നമ്മളെല്ലാം ഉണ്ട് കേട്ടോ. ഡ്രസ്സും കുറേ ഇലക്ട്രോണിക്സ് ഐറ്റംസും നമ്മുടെ ബ്ലോഗിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ റീൽസിലാണെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ വൃത്തിയായി പോവല്ലോ. പണിയെടുക്കാൻ ഒരാൾ വേണം. പിന്നെ നമ്മളെ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസും ഇവിടെ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി കുഞ്ഞിൻ്റെ ഫോട്ടോസൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഇനി ഫോട്ടോസൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്യണം. അപ്പം ഇൻറ്റീരിയർ ടീം വന്നപ്പോൾ അവരിന്ന് മറ്റന്നാൾ ഒരു ഡിസൈൻ ചെയ്തൊരു പ്ലാൻ നമുക്ക് 3D അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എവിടെയൊക്കെ ഫോട്ടോ പ്ലേസ് ചെയ്യണം എല്ലാവരും വെച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയ കിട്ടും. നമുക്ക് ഇതിനെപ്പറ്റി അധികം അറിയത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പം കുറച്ച് ഫോട്ടോ ഫ്രെയിംസേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്ന ഫോട്ടോ ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യിക്കണം. പിന്നെ AC ഫിറ്റ് ചെയ്യാൻ നാളെ ആൾ വരും. പക്ഷെ നാളെ നമ്മളിവിടെ കാണത്തില്ല. നാളെ നമ്മൾ സോഫ നോക്കാൻ വേണ്ടി പോകുമ്പോഴേ. അപ്പോൾ AC എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിന് ഒരു ഐഡിയ ഇല്ല. അതാണ് നടക്കത്തുള്ളൂ. ഈ ഒരു കളറിൽ നമുക്ക് ഈ കളർ സെറ്റ് ചെയ്താലോ? ലൈറ്റ് കളർ വന്നാൽ പെട്ടെന്ന് അഴുക്കാവും. ഇച്ചിരി ഡാർക്ക് കളർ വേണം നോക്കാൻ. അയ്യോ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, എല്ലാം സെറ്റ് ചെയ്യണം. ചിരിക്കടാ. ബാബാ ജോലി എടുക്കാം, പണിയെടുക്കണ്ടേ? ഇത് പണിയെടുക്കാൻ വേണ്ടിയാണ് വന്നത്. താഴോട്ട് വെച്ചാൽ കരയല്ലേ? ഇപ്പൊ നോക്കോണേ. അവൻ കരയൊന്നുമില്ല. ഉറപ്പാ. രക്ഷപ്പെട്ടു. ഇച്ചിരി ഉറക്കമാകുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് അങ്ങനെ ആന കുത്തിയിൽ എണീക്കില്ല, ഒറ്റ ഉറക്കം. സീരിയസ് ആയിട്ട് നിന്റെ അത് ക്യാരക്ടറാ. അങ്ങനെ വേണ്ടേ? അതാകുമ്പോൾ നമുക്ക് ഒച്ച വെച്ച് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നല്ല ഉറക്കമായിട്ട് ഇത്ര ഒച്ച വെച്ചിട്ട് അറിയുന്നില്ല. നമുക്ക് ഓരോ ചാക്കായിട്ട് എടുക്കാം സുഹൃത്തുക്കളെ. ഒരു ഹെൽപ്പും വേണ്ട. മൃദുല ഫുൾ റെസ്റ്റ് ആണ്. ഞാൻ അല്ലാതെ എന്നെ എല്ലാവരും ചീത്ത വിളിക്കുകയാണ്. ഞാൻ മൃദുലയെ കൊണ്ട് റെസ്റ്റ് എടുപ്പിക്കുന്നില്ല. റെസ്റ്റ് എടുക്കാൻ രണ്ടെണ്ണം ഒന്നിച്ചെടുത്താലോ? അങ്ങനെ വേണ്ട, അത്രയ്ക്ക് വേണ്ട. കാരണം നാളെ കിടക്കും, നാളെ സോഫ നോക്കാൻ പോളതാ. അങ്ങോട്ട് വെച്ചുതരാം. ഈ അമ്മ സമ്മതിക്കൂല. ഞാൻ ഇനി വലിച്ചോ. ഹേ ഗായ്സ്, അപ്പോൾ സാധനങ്ങൾ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങൾ മാറ്റണം. പക്ഷെ നമുക്കിവിടെ ഒരു സ്റ്റോർ റൂം, പുറത്ത് വേണ്ടാത്ത സാധനങ്ങൾ കളയണമെങ്കിൽ നമുക്ക് വേറൊരു
ഇത് കണ്ടെത്തണം അല്ലേ? അതൊരു വൻ ടാസ്ക് ആട്ടോ. മൃദുലതയെ കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ടതും വേണ്ടാത്തതായിട്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ എല്ലാം കൂടി മിക്സ്ഡ് ആയി കിടക്കുകയാണ്. ഇനി പവർ ബാങ്ക് അത് ഇത് ഗൈസ്, ഇത് നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ടൈം ലാപ്പിൽ കണ്ടോളൂ. വൃത്തിയാക്കാൻ വേണ്ടിയുള്ള ഡീപ് ക്ലീൻ ടീം വന്നണക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഷാമ്പു, അത് ഇത്, ചപ്പു ചവറ്, മൃദുലയുടെ പ്രഗ്നൻസി പില്ലോ, ലൈറ്റ്, സ്പീക്കർ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വീടിനകത്ത് അടുക്കി വെക്കണം കേട്ടോ. അയ്യോ, അപ്പം അച്ഛൻ്റെ വൃത്തിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളെ ഈ ഒരു കമ്പികൾ, ഇങ്ങനത്തുള്ള കമ്പികളെല്ലാം പൊടിയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടോ കേട്ടോ, ഇതെല്ലാം നമുക്ക് തുടച്ചെടുക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്നത്തെ പരിപാടി. അതുമാത്രമല്ല വീട്ടിലെ തുണികൾ നമുക്ക് മടക്കി വെക്കുകയും വേണം. പിന്നെ ഗൈസ്, നമ്മുടെ ബലീനെ നമ്മൾ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും ഫുള്ള് ചെളിയെ കിടക്കും കേട്ടോ. ഇത് നമുക്ക് പാലാച്ചിന് മുമ്പ് നമുക്ക് ഇതും കൂടി കണ്ടേ ഫുള്ളൊന്ന് കൊണ്ട് സർവീസൊക്കെ ചെയ്യണം. പൊതിച്ചോറ് വാങ്ങിച്ചിട്ട് വന്നിട്ടായിരുന്നു. പിന്നെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് സിറ്റോട്ട് ഇരുന്ന് കഴിക്കുന്നതെന്ന് ഓരോരോ വിശ്വാസം. എനിക്കെങ്ങും അങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ല. ആഹാരം കഴിക്കാം. അപ്പം സിറ്റോട്ട് ഇരുന്ന് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ടേബിൾ കണ്ടോ, ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോഴാണ് ഈ ഉപയോഗം വന്നിരിക്കുന്നത് വാങ്ങിച്ചിട്ട്. ഇതേ അച്ഛനോടെ കമ്പി തുടച്ചിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ വേറൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് ആധാരം നമുക്ക് ഇന്നാണ് ഇവിടെ കൈ കിട്ടിയത്. കാരണം ഒരാഴ്ച നമുക്ക് ഒറിജിനലി കിട്ടാൻ ഒരാഴ്ച എടുക്കുമല്ലോ. ഓ എനിക്ക് വയ്യ. അപ്പോൾ ഇന്നാട്ടോ നമ്മൾ വിലേതാരം കിട്ടിയത്. ഇനി നമുക്ക് വില്ലേജിൽ പോകണം. വില്ലേജിൽ നിന്ന് നമ്മുടെ വിലേതാരത്തിൻ്റെ കോപ്പി എന്തോ സംതിങ് വില്ലേജിൽ പോകണം. ഉണന്ന് കേട്ടാ. ഇവിടെ ഭയങ്കര മുഴക്കമാണ്. അപ്പോൾ കരഞ്ഞ അപ്പം അറിയാം ആരാണ് ഞാൻ പോകുന്ന. ബാഹുബലിയോ? മഹിൽമതി അയ്യോ, തിരിഞ്ഞു നോക്കണം ഗൈസ്. അപ്പം നമ്മളിതേ ആരാ ഈ ചാക്കിനെ കൊണ്ടേയിരിക്കുന്നത്? വന്നൊരു അബദ്ധം പറ്റിയോ? ഞാൻ പറയാം. ഏട്ടൻ സൂക്ഷിച്ച് എല്ലാ ട്രോയും കൂട്ടി നമ്മൾ വണ്ടിയിലൊക്കെ കൊണ്ടുവരുന്നില്ലേ, അതിൻ്റെ എല്ലാ ട്രോയും കൂട്ടി സൂക്ഷിച്ച് മറ്റേ ടേബിളിൽ ട്രോയ്ക്ക് എത്തിട്ട് അതിന്റെ താക്കോലെടുത്ത് കൊണ്ട് കളയും. ഇനി ആ ടേബിള് പൊട്ടിച്ചാലേ ഇത് അലമാര തുറക്കാൻ പറ്റും. അവിടെ ഡോക്യുമെന്റ് എല്ലാം അതിനകത്ത്. ആ തിരക്കിന്റെ ഇടയ്ക്ക് അലമാര എവിടെ പോയെന്നൊരു നിശ്ചയമില്ല കേട്ടോ. നമ്മൾ കുറേ നേരം തപ്പിക്കൊണ്ടിരിക്കുക. എവിടെയൊക്കെ തപ്പാം അവിടെയൊക്കെ തപ്പി, പക്ഷെ സാധനം കിട്ടുന്നുണ്ട്. ഇനി ആ സൈഡ് ടേബിൾ പൊട്ടിച്ചാലേ അതിനകത്ത്. ഇനി ഒന്നീ വീട്ടിൽ ചെന്ന് അന്ന് ഇത്ര പാലിന്റെ പോക്കറ്റുകളിൽ നോക്കണം. അതവിടെ ഹാങ്ങർ കിടപ്പുണ്ടല്ലോ, കഴിക്കില്ല. അലമാരക്ക് ക്ഷാമല്ലേ? കസേര വേണം, കസേര വാങ്ങിക്കണത് നമ്മൾ ആദ്യം. ഓരോന്നോരോന്ന് കയറ്റി കേട്ടോ. അവിടുന്ന് ഡ്രസ്സ് നിങ്ങൾ വിചാരിക്കും പാലാച്ചിന് മുമ്പ് എന്താ പഴയ ഡ്രസ്സൊക്കെ കയറ്റിയെന്ന്. അങ്ങനെ നോക്കുന്നത് വിളക്ക് കയറ്റിട്ടാ കയറ്റിയത്. പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇത് മൊത്തം എന്റെ ഡ്രസ്സ്. ഓക്കെ ഓക്കെ. അപ്പം അലമാരി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അടിപൊളി. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതായിരുന്നു. അച്ഛൻ്റെ പുറത്ത് വണ്ടി കഴുകി ഞാൻ താഴത്തെ സാധനങ്ങൾ വേണ്ടതും വേണ്ടാത്തതും 2 ചാക്കിലാക്കി തരംതിരിച്ചു. മൃദുല ദേ ഇവിടെ വന്ന് അലമാരിക്കകത്ത് വേണ്ട ഡ്രസ്സുകൾ. അമ്മയുണ്ടായിരുന്നു കേട്ടോ കൂടെ. ഇതാണ് നമ്മളെ വീട്ടിന് മുകളിൽ നിന്നുള്ള വ്യൂ സുഹൃത്തുക്കളെ. ദേ വണ്ടി തുളച്ച് വെറുതെയാക്കിയിട്ടിരിക്കുന്നത് അച്ഛനായിട്ട് സുഹൃത്തുക്കൾ. അവിടെ വീഡിയോ എടുക്കുന്ന അറിഞ്ഞപ്പോൾ ആഞ്ഞു തുടങ്ങുന്നു ഇല്ലേ വെറുതെ? അതെ വീഡിയോ എടുക്കുന്ന അറിഞ്ഞപ്പോൾ ആഞ്ഞു. അങ്ങനെ തന്നെ ഡയറക്ഷൻ ക്ലീൻ ആയി കേട്ടോ സുഹൃത്തുക്കളെ. നമുക്ക് അയ്യോ ഇത് ഇവിടുത്തെ ഇതെല്ലാം തുടച്ചാണ് അച്ഛന്ന്. എല്ലാ അച്ഛനും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും നടണം. മുള. ഓക്കെ, മുള നടാം. ഒരു പ്ലാവ് ആയാലോ? പ്ലാവ് ആകുമ്പോൾ നമുക്ക് ചക്കയൊക്കെ വെച്ചിട്ട് ചക്കയൊക്കെ വറുത്ത് തിന്നാൻ ഗൈസ്. കിണറ്റിൽ വേറെ ഇറങ്ങുമോ? വേര് നമുക്ക് വെട്ടിവിടാം അങ്ങോട്ട്, അപ്പുറത്തെ വീട്ടിലോട്ട്. അപ്പുറത്തെ വീട്ടിലോട്ട് വെട്ടിവിടാൻ പോയി. ചേച്ചി തൂത്തോണ്ടിരിക്കും. എന്നെ ഇപ്പം തന്നെ ഇവിടെ ഇറക്കി വിടുമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഓപ്പോസിറ്റുള്ള വീടാണ്. ഈ ഏരിയയിൽ ഫുള്ള് വീടാട്ടോ. അപ്പോൾ അങ്ങോട്ടെല്ലാം വീടാണ്. ഇതാണ് നമ്മുടെ നിങ്ങളെ വീട്ടിൻ്റെ പരിസരം കണ്ടില്ലല്ലോ. ഇതാണ് വീട്ടിൻ്റെ പരിസരം. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടിൽ ആരെങ്കിലും താമസിക്കുന്ന ആന്ധ്രയാണോ? എനിക്കറിയത്തില്ല. ഏട്ടനെ ഇവിടുത്തെ ആൾക്കാരോട്ട് പരിചയം. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. ഇത് ഇവിടെ ആന്ധ്രയാണല്ലോ. ആന്ധ്രയോ തമിഴ്നാടോ ഇതോ. അവിടെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വീട്, ഇതോ അതൊരു വീട്. അതിൻ്റെ അപ്പുറത്ത് രണ്ടും ഒരേ ടൈപ്പിൽ വീട് വെച്ചിരിക്കുന്നുണ്ടോ. ഒരു കോൺട്രാക്ടർ വെച്ച വീടാട്ടോ. അത് 2 അമ്മ പെറ്റ മക്കളെ പോലെ ഇരിക്കുന്നുണ്ട്.
ഞാൻ ചോദിച്ചു ഇരട്ടകൾ അതായത് ഒരേപോലെ പക്ഷേ സഹോദരങ്ങളാണെങ്കിൽ പരാതിയില്ല, ഒരേപോലെ അല്ലേ? അതാണ് കേസ്. അപ്പൊ നമ്മൾ എന്റെ മേല് സിറ്റോട്ടിൽ ചായ കുടിക്കുന്നത് നല്ല വൈബില്ലേ. പക്ഷെ ഇവിടെ നമ്മൾ കാണിച്ചു തരാൻ ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി ഒന്നും ഇല്ല, പ്ലെയിൻ ആയിട്ട് കിടക്കില്ല. സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതാണ് അതിലേക്ക് ഇരിക്കാൻ പോലും ഒരു ചെയറില്ല, പാവം. ചെയർ വാങ്ങിക്കണം. നമ്മൾ ആദ്യം ചെയർ വാങ്ങിച്ചില്ല, അത്യാവശ്യമായിട്ട് ചെയർ വാങ്ങിക്കണം. പണി ചെയർ സ്വന്തമായിട്ട് പണിയണം. തടി കൊണ്ടുത്താ ഞാൻ പണിയാ. നിനക്ക് എന്തെങ്കിലും അറിയാം? നിനക്ക് ഏട്ടൻ എന്തെങ്കിലും അറിയാം? എല്ലാ വീടും നല്ല മനോഹരമായിട്ടില്ലേ സുഹൃത്തുക്കളെ? ഞാനൊരു മ്യൂസിക് വിട്ടു വരാം കേട്ടോ. ആ ഒരു ഫ്ലോട്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ? അവിടെ ഇനി വരികയായിരിക്കും കേട്ടോ, വീട് വരും. നിങ്ങൾ ആരെങ്കിലും വന്ന് വീട് വെക്കാം അവിടെ, നമുക്ക് കാര്യമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. അവിടെ ഒരു വീടിന്റെ കുറവുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആരുടെ സ്ഥലമാണോ ഒന്നും നമുക്കറിയത്തില്ല. അവിടെ ഒരു ഫ്ലോട്ട് ആൾറെഡി, ആ ഫ്ലോട്ട് ആൾറെഡി ആരോ വാങ്ങിച്ചേ. നീ എന്ത് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ പറയുന്നത്? അത് വീട് വെക്കാൻ വേണ്ടി പാറ വരെ ഇറക്കിയിട്ടുണ്ട് മൊണ്ണേ. ഓഹോ, ഇത് കാണാരാ വരുന്നത്. ഇവിടെ വൈകുന്നേരമായിട്ട് നല്ല ലൈറ്റ് ഉണ്ട്. അമ്പലത്തിൽ മ്യൂസിക് ഇട്ടൊക്കെ. ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, വലിയൊരു അമ്പലം. അമ്പലത്തിൽ മ്യൂസിക് ഇട്ട് വൈകിട്ടാവുമ്പോ. കൊലുസൊന്നും ഇല്ല മൃദുരയുടെ. എവിടെ പോയി കൊലുസ്? കൊലുസൊക്കെ ഗൈസ്. എവിടെ പോയി? എന്റെ വള പോയി ഗൈസ്. ഞാൻ എങ്ങനെ ആക്കും? വീടെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആക്കാന്ന്. ഏട്ടൻ കൂടെ കൂടെ ഇങ്ങനെ ആക്കുന്നുണ്ട്. വള മിസ് ചെയ്യുന്നു. ഞാൻ കൂടെ കൂടെ എന്റെ കാലിൽ നോക്കിട്ടേ കൊലുസില്ല. ഇതൊക്കെ നല്ലതിനാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലൈഫിലെ എല്ലാവരുടെയും ഒരു വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് വീടാണ്. വീട് എന്ന് പറയുന്ന സാധനമാണ് മെയിൻ. അപ്പം ബാക്കിയൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞാലും അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ച് വാങ്ങാവുന്ന സംഭവമല്ലേ. വീടെന്നൊക്കെ പറഞ്ഞാൽ വർഷം ഓരോ പ്രോപ്പർട്ടിയുടെ ഒക്കെ റേറ്റ് ഇങ്ങനെ ഗോൾഡ് പോലെ കൂടിക്കൊണ്ടിരിക്കും. ട്രിവാൻഡ്രം സൈഡ് അയ്യോ ഭയങ്കരമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ റെഡിയാക്കാൻ മതി. ഇനി നാളെ കാണാം. നാളെ അല്ല, മറ്റന്നാളെ ഇങ്ങോട്ട് വരത്തോളൂ കേട്ടോ. ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഇനി തെമ്മലയിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് വന്നത് കൊണ്ട് ഡ്രസ്സെല്ലാം മടക്കി വെച്ചു, സാധനങ്ങളൊക്കെ ഒഴിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറക്കി വെച്ചിട്ടുണ്ട്. ഇന്റീരിയർ ടീം ഒന്ന് നോക്കി അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. അപ്പം ഇനി നേരെ രാത്രി തെമ്മലയിലോട്ട് കഴിയും. ഹബീബി ഹംറല്ല ജിബ്രലക്ക ടെത്തല്ല. അയ്യോ നമ്മൾ മരിക്കും ദുബായിലാട്ടോ. അപ്പം ദുബായ് ജിബ്രലക്ക. ഓക്കെ ബൈ. നീണ്ട് നിവർന്ന് കിടന്ന് തിന്നാൻ കഴിയും. അമ്മയ്ക്ക് ഒന്നാമത് നടുവേദനയും കോടാലിത്തേരോട്ട് കിടക്കും. അപ്പൊ അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പാടാ. നമുക്ക് വേണമെങ്കിൽ ഈ ഇതിന്റെ മണ്ട വെച്ച് കഴിക്കാം. കുഴപ്പമില്ല. മന്തിഹ ജബർലക്ക മന്തി. ഹേ ഗായ്സ്, അപ്പോൾ സമയം ഇപ്പം 3 മണിയാവാറായിട്ടുണ്ട് സുഹൃത്തുക്കളെ. 3 മണിയായോ? അല്ല സോറി, 2 മണി. അതാ ഞാനും അതിശയിച്ചു. 2 മണിയാവാറായിട്ടുണ്ട്. അയ്യോ ഇപ്പൊ നേരെ വിളിക്കുമല്ലോ. അപ്പൊ അതെ, ചെറുക്കൻ നല്ല ഉറക്കമാണ്, ഭയങ്കര നമ്മള് ഫുഡും കഴിച്ചിട്ട് പിന്നെ നമ്മള് നേരെ ഒറ്റ വീഡിയോയിലായിരുന്നു. ഭയങ്കര ടയർഡായിട്ടോ. അതിങ്ങനെ എഡിറ്റ് ചെയ്യുമായിരുന്നു. എഡിറ്റിങ് ചെയ്തിട്ട് പുറങ്ങി വീട്. സത്യം മയങ്ങി ആദ്യമായിട്ട് മയങ്ങി. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള ബൈ.